ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എൻ്റെ പേര് ഷീബ, ഒഫീഷ്യൽ നെയിം സിസിൽ ലിൻസൺ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ കഴിഞ്ഞിടെ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം പേര് പോസ്റ്റ് ചെയ്തതായ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. എന്നാലത് മലയാളത്തിൽ അധികം പേര് ചെയ്തിട്ടില്ല. ഇംഗ്ലീഷിൽ നമുക്ക് റാപ്ചർ എന്നുള്ള ടോപ്പിക്കാണ്. റാപ്ചർ അടിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരുടെ കൺഫർമേഷൻസ് ആൻഡ് അവരുടെ വിഷൻസ്, ഡ്രീംസ് എല്ലാം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മലയാളത്തിൽ അതിൽ വളരെയധികം ആർജിച്ച ഒരു ബ്രദറാണ് സൗത്ത് ആഫ്രിക്കയിലുള്ള ബ്രദർ ജോഷുവയുടെ പ്രവചനം. താൻ അതിൽ പറയുന്നത് 2018 താനൊരു ദർശനം കാണുന്നു. കർത്താവ് യേശുക്രിസ്തു എൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി തന്നോട് പറയുന്നു, സെപ്റ്റംബർ 23, 24, 2025 ദിവസങ്ങളിൽ കർത്താവ് തൻ്റെ സഭയെ ചേർക്കാനായിട്ട് മടങ്ങി വരുന്നുവെന്ന് താൻ പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു, 2026 നടക്കാനിരിക്കുന്ന മെൻസ് വേൾഡ് കപ്പ് ഫുട്ബോൾ അമേരിക്കയിൽ വെച്ച് നടക്കേണ്ടത് അത് നടക്കത്തില്ല. എന്തെന്ന് വെച്ചാൽ ബിസിനസ് വിൽ നോട്ട് ബി ആസ് യൂഷ്വൽ, ബിക്കോസ് ദ വേൾഡ് വുഡ് ബി അൺറെക്കഗ്നൈസബിൾ, ഇറ്റ് വുഡ് ബി ഫുൾ ഓഫ് കെയോസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ പോയി ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, ഈ പറയുന്നതൊക്കെ ശരിയാണോ. ബ്രദർ ജോഷുവ റാപ്ചറിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റും. അദ്ദേഹം പല ഇൻ്റർവ്യൂസൊക്കെ ചെയ്തിട്ടുണ്ട്, പല വീഡിയോസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പലര് ഇങ്ങനെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 2025 ഉൾപ്രാവണം അല്ലെങ്കിൽ റാപ്ചർ, കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത, ഇത് സംഭവിക്കുമെന്നാണ് അനേകര് തങ്ങൾക്ക് ദർശനം കിട്ടിയത്, വെളിപ്പാട് കിട്ടിയത്, കൺഫർമേഷൻസ് കിട്ടിയതൊക്കെ ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട്. ഞാനിത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ പെർട്ടിക്കുലർ ഡേറ്റിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ടല്ല. എന്നോട് ദൈവാത്മാവ് പറഞ്ഞത്, ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒരു പക്ഷേ മലയാളി സമൂഹം അറിയുന്നില്ലായിരിക്കും. പലർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുത്താലും നമ്മുടെ ഇടയിൽ ആരും ഇങ്ങോട്ട് മുമ്പോട്ട് വന്ന് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. എവ്രിബഡി അവരവരുടെ കാര്യം നോക്കുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ സ്പെസിഫിക്കലി ഇതുപോലെ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്സ്, ഡേറ്റ് സെറ്റിംഗ് ഒക്കെ വന്നാൽ ആരും മുമ്പോട്ട് വരത്തില്ല. എനിക്ക് ഡേറ്റ് ഞാൻ സ്പെസിഫൈ ചെയ്യുകയല്ല, പക്ഷേ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പലരോട് സംസാരിച്ചത് ഇംഗ്ലീഷിലായിക്കൊണ്ട് എനിക്ക് തോന്നി അത് മലയാളികളായ ദൈവത്തിൻ്റെ മക്കളെ ഒന്ന് ഉണർത്തണം എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പോൾ നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിയാൽ ലോക സംഭവങ്ങൾ നമുക്കറിയാം. എന്തുമാത്രം പ്രകൃതി ദുരന്തങ്ങളാണ് നമ്മുടെ ഇടയിൽ നടക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും, കുറേ നാളായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ പ്രവചനങ്ങൾ എത്രയോ പ്രാവശ്യം ആൾക്കാർ പ്രവചിച്ചു കർത്താവ് മടങ്ങി വരുന്നു. ആ ദിവസങ്ങളിലൊന്നും കർത്താവ് മടങ്ങി വന്നില്ല, അല്ലെങ്കിൽ റാപ്ചർ നടന്നിട്ടില്ല. ബട്ട് ദർ ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി എ ഡേ. കർത്താവിൻ്റെ മടങ്ങി വരവ് വളരെ അതിശീഘ്രമായിട്ട് നടക്കുന്ന കാര്യമാണ്. ദ ലോർഡ് ഇസ് നോട്ട് സ്ലാക്ക് കൺസേണിങ് ഹിസ് പ്രോമിസസ് ആസ് സം കൗണ്ട് സ്ലാക്ക്നെസ്. കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ കർത്താവ് താമസം കാണിക്കുന്നില്ല. ഇത്രയും നാളും ദൈവം നമ്മളോട് ക്ഷമിച്ച് ഇത്രയും നാൾ. അതുപോലെ കർത്താവിൻ്റെ അപ്പോയിൻറ്റഡ് ടൈം ഉണ്ട്. ദർ ഇസ് എൻ അപ്പോയിൻറ്റഡ് ടൈം. ആ സമയത്ത് കർത്താവ് വരും. ആൻഡ് ഹി ഈസ് നോട്ട് സ്ലാക്ക് കൺസേണിങ് ഹിസ് പ്രോമിസസ്. ദാറ്റ് ഈസ് കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ തക്ക സമയത്ത് നടന്നിരിക്കും. കർത്താവ് വീണ്ടും ഞാൻ വരുമെന്ന് പറഞ്ഞാൽ, എൻ്റെ സഭയെ ചേർക്കാൻ വരുമെന്ന് പറഞ്ഞാൽ കർത്താവ് വന്നിരിക്കും. അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു.
നമുക്കറിയാം ഈയിടെയായിട്ട് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഫ്ലഡ്സ് പലയിടങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗത്ത് ഫ്ലാഷ് ഫ്ലഡ്സ് ദെൻ വൈൽഡ് ഫയർ, എർത്ത് ക്വേക്ക്, സുനാമി, പിന്നെ എന്തുവാ ടെമ്പസ്റ്റോംസ് അല്ലെങ്കിൽ പിന്നെ ടെമ്പസ്റ്റോംസ് and then hailstorms, that is കൽമഴ, ഇങ്ങനെയൊക്കെ പലവിധമായ ദുരന്തങ്ങൾ നമ്മുടെ ഇടയിൽ പല രാജ്യങ്ങൾ, അഗ്നിപർവ്വതം, വോൾക്കാനിക് ആക്ടിവിറ്റി ആൻഡ് മേഘസ്ഫോടനം, ക്ലൗഡ് ബേഴ്സ്, ഇതെല്ലാം നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് മാത്രമല്ല, നമ്മുടെ ടെറസ്ട്രിയൽ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് നമ്മൾ കാണുന്നത് ആകാശത്ത് നോക്കിയാലും ആകാശത്തും അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഇടയ്ക്കായിട്ട്, അതായത് ജൂലൈ 2025 ഒരു നക്ഷത്രാന്തര അതിഥി നമ്മുടെ സോളാർ സിസ്റ്റത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ സെലസ്റ്റിയൽ പ്രോബിൻ്റെ പേരാണ് 3I Atlas. ദാറ്റ്സ് എ തേർഡ് ഇന്റർസ്റ്റെല്ലാർ വിസിറ്റർ. അപ്പം ഈ ദിസ് 3I Atlas എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് എ കോമറ്റ്, not an asteroid, not a meteor or meteorite. It is very different. കോമറ്റ് ഒന്നുമല്ല, അതിനെക്കാട്ടിലും ഒരു വ്യത്യസ്തമാണ് അതിൻ്റെ. അത് നിങ്ങളിപ്പോൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിൾ അടിച്ചു നോക്കിയ 3I Atlasൻ്റെ എല്ലാ സവിശേഷ what it is എന്നുള്ള എല്ലാം നമുക്കറിയാൻ പറ്റും. ഇറ്റ് ഈസ് എ ലൂമിനസ് ബോഡിയാണ്. ലൂമിനസ് ബോഡി എന്ന് പറയുമ്പോൾ it produces its own light. We know star, sun, they produce their own light, right? So ഈ 3I Atlasൻ്റെ പ്രത്യേകത, it is producing its own light. അപ്പം അതുകൊണ്ട് അവർക്ക് വ്യക്തമായിട്ട് അതിൻ്റെ ന്യൂക്ലിയസിനെ കാണുവാൻ, അതിനകത്ത് വാട്ട് ഇസ് ഇറ്റ് കംപ്രൈസിങ് ഓഫ് ഒന്നും ശാസ്ത്രജ്ഞന്മാർക്ക് അതിനെപ്പറ്റി പുതിയൊരു സംഭവമാണ്. കോമറ്റ് ആയിരുന്നെങ്കിൽ അവർക്ക് അറിയാമായിരുന്നു അതിൻ്റെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കുമെന്ന്. ആൻഡ് അതിനകത്ത് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇസ് ഡിറ്റക്റ്റഡ് ഇൻസൈഡ് ഇറ്റ്. ഒരു ഏലിയൻ സ്പേസ് ഷിപ്പ് ആണോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. And it is very wide, that's 28 mile ദൂരമാണ് അതിൻ്റെ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഡയമീറ്റർ. ആൻഡ് വൺ മോർ തിങ്, അതിൻ്റെ ട്രജക്ടറി അല്ലെങ്കിൽ അതിൻ്റെ പാത്ത് ഇസ് അലോങ് ദ എക്ലിപ്റ്റിക് പ്ലെയിൻ. എന്ന് പറഞ്ഞാൽ സൺ ആൻഡ് ദ പ്ലാനറ്റ്സ് ആർ ഓർബിറ്റിംഗ് അറൗണ്ട് ദ സൺ, റൈറ്റ്? പ്ലാനറ്റ്സ് എല്ലാം സണ്ണിനെ ഓർബിറ്റ് ചെയ്യുന്ന ആ പ്ലെയിനിൽ തന്നെയാണ് this interstellar object, that is 3I Atlas, is coming towards, has entered into the solar system. അപ്പോൾ ഈ 3I Atlasന്റെ പ്രത്യേകത, it is actually emitting high energy cosmic radiations like alpha particles, protons and heavy ions, and ഇതെല്ലാം they can trigger mutation in human tissues, and it can cause cancer. It can cause cognitive decline and also neurological damage, cataracts, etc. അതിൻ്റെ ഈ ഹൈ എനർജി റേഡിയേഷൻസ് are emitted from this 3I Atlas. അതുകൊണ്ട് ഇമ്പാക്റ്റ് ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ അതിൻ്റെ ഇഫക്റ്റ് ഒത്തിരിയാണ്. അതുമല്ല, just because of the ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, just because of the magnetic field around Earth, we have a kind of a shield or protection. Otherwise, we would have been subject to this, and it would have been catastrophic. ഇതാണ് 3I Atlasനെ പറ്റി പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി നോക്കിയാൽ, വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യത്തിൽ പറയുന്നു, മൂന്നാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നദികളിൽ 1/3 നീരുറവുകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഇവിടെ നക്ഷത്രം പോലെ ഒരു സാധനമാണ് വീഴുന്നത്. അത് വീഴാം, അല്ലെങ്കിൽ അതിൻ്റെ റേഡിയേഷൻ എമിറ്റ് ചെയ്യാം. എന്തോ അതിനകത്തുനിന്ന് വരുന്നത് ഇറ്റ്സ് ഗോയിങ് ടു കോസ് സം കൈൻഡ് ഓഫ് എ ട്രബിൾ ടു എർത്ത് ഓർ പീപ്പിൾ ഓൺ എർത്ത്. ഇവിടെ ഇപ്പൊ 3I Atlas എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് സെൽഫ് ഒരു ദീപം പോലെയാണ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് സെൽഫ് ലൂമിനസ് ബോഡി. ലൂമിനസ് ബോഡി. ആൻഡ് സോ ഇതിന് കാഞ്ഞിരം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വേംവുഡ് എന്ന് പറയാം. വേംവുഡ് ഒരു സ്റ്റാർ ആണ് that cause bitterness in the waters. അതുപോലെ തന്നെ
വെളിപ്പാട് പുസ്തകം 12-ന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി വന്നു. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവുകിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. അപ്പൊ ഈ ഒരു അടയാളം, ആകാശത്ത് കാണുന്ന ഈ അടയാളം, ഇത് ആ പ്രവചനം നിവൃത്തിയായെന്നാണ് പറയുന്നത് ശാസ്ത്രജ്ഞന്മാർ. 23 സെപ്റ്റംബർ 2017 ഈ സ്ത്രീ എന്ന് പറയുന്ന വെർഗോ കോൺസ്റ്റലേഷൻ്റെ അതിൻ്റെ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. വെർഗോ കോൺസ്റ്റലേഷൻ ക്ലോത്തിങ് ദ വുമൺ ഇൻ ദ ആൻഡ് സൂര്യൻ അതിൻ്റെ അടുത്തുണ്ട്. ആൻഡ് മൂൺ ഇസ് നിയർ ദ portion of that constellation representing her feet. And അവളുടെ തലയിൽ ലിയോ എന്ന് പറഞ്ഞ കോൺസ്റ്റലേഷനകത്ത് 9 സ്റ്റാർസ് ഉണ്ട്. പിന്നെ 3 പ്ലാനറ്റ്സ് ലൈക്ക് മെർക്കുറി, മാർസ്, വീനസ്. അപ്പോൾ 9 + 3 12 stars on her head. And Jupiter was spending 1 whole year inside Virgo constellation. അതിപ്പോൾ വെളിയിലോട്ട് വന്നു. It's just like a child birth പോലെ. Jupiter has come out of the womb of this Virgo constellation. But that prophecy of Revelation, വെളിപ്പാട് 12-ന്റെ 1-2 ആ prophecy fulfill ആയി, അല്ലെങ്കിൽ നിവൃത്തിയായി എന്നാണ് പറയുന്നത്. This on September 23, 2017. അതുപോലെ തന്നെ ഈ സെപ്റ്റംബർ 22, 2025 autumnal equinox ആണ്. That is, the sun's rays will fall directly on the equator, Earth's equator. അപ്പോൾ ഇത് സെപ്റ്റംബർ 22, 23, 24 ദിവസങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് യഹൂദന്മാരുടെ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ് അല്ലെങ്കിൽ കാഹള പെരുന്നാളിൻ്റെ ദിവസങ്ങളാണ്. അപ്പം ഈ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പേ, സാധാരണ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പേ ട്രൂപ്സിനെ ഡിപ്ലോയ് ചെയ്യും, സാധനങ്ങളെല്ലാം അതിൻ്റെ പ്ലേസിൽ കൊണ്ടുവെക്കും, എല്ലാ പൊസിഷനിങ്ങും കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടാണ് ഫൈനൽ അറ്റാക്ക് നടക്കുന്നത്. അതുപോലെ ഇപ്പം നോക്കിയാൽ പ്രകൃതി ദുരന്തങ്ങളെല്ലാം നടക്കുന്നു, ആകാശത്തെ ലക്ഷണങ്ങളെല്ലാം അതിൻ്റെതായ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിൽക്കുന്നു. അപ്പം അത്തിയെ നോക്കുമ്പോൾ അതിൻ്റെ ഇല തളിർക്കും, അല്ലെങ്കിൽ അത് അത്തി തളിർക്കുമ്പോൾ നമുക്കറിയാം വേനൽ അടുത്തിരിക്കുന്നു. അപ്പം ഇതെല്ലാം പ്ലേസ് ചെയ്ത് കറക്റ്റായിട്ടിരിക്കുമ്പോൾ നമുക്കറിയാം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. മത്തായി 24, 44 തൊട്ട് 50 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പം നമ്മൾ പറയുന്ന, സാധാരണ എല്ലാവരും പറയുന്നത്, കർത്താവിൻ്റെ വരവ് കള്ളനെ പോലെയാണല്ലോ, ആർക്കും നാളും നാഴികയും ആരും അറിയുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് മത്തായി 24, 44 തൊട്ട് 50 കർത്താവ് തന്നെ ഇങ്ങനെ പറയുന്നു: അങ്ങനെ നിങ്ങൾ നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്കും തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോട് കൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവനെ കപടഭക്തിക്കാരോട് കൂടെ പങ്കുകൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടി ഉണ്ടാകും. ഇവിടെ 2 ദാസന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഒരു ദാസൻ യജമാനന്റെ വരവിനെ കാത്തിരിക്കുന്ന ദാസനാണ്. മറ്റേ ദാസൻ യജമാനൻ ഇപ്പോഴൊന്നും വരത്തില്ല, കുറേ നാളായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴൊന്നും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിക്കാനും കുടിയാന്മാരുടെ കൂടെ തിന്നു കുടിക്കാനും ഒക്കെ തുടങ്ങിയാൽ ആ ദാസൻ നിലയ്ക്കാത്ത നാഴികയിലാണ് യജമാനൻ വരുന്നത്. അപ്പം കള്ളം വരുന്ന പോലെ കർത്താവ് വരുന്നെന്ന് പറഞ്ഞാലും നിലയ്ക്കാത്ത നാഴികയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയാണ്? ഒരുങ്ങിയിരിക്കാത്ത ദാസന്മാർക്ക് വേണ്ടി. അത് നിലയ്ക്കാത്ത നാഴികയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്കും തെറ്റൊഴിയാവതല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല,
നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഒന്നും സുബോധമായിരിക്കാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും പൗലോസ് പറയുന്നത്, ആ നാഴിക കള്ളൻ എന്ന പോലെ നമ്മളെ വന്ന് പിടിക്കാതിരിക്കും. നാം ഇരുട്ടിലുള്ളവരല്ല, നമ്മൾ വെളിച്ചത്തിലുള്ളവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും കള്ളം വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും, അവർക്ക് അറിയാൻ പറ്റും കള്ളം കയറുന്നുണ്ടോ ഇല്ലയോ എന്ന്. കള്ളം വരുന്ന പോലെ വന്ന് അവർക്ക് നാശം ഭവിക്കുന്ന ആർക്ക് വേണ്ടിയാ? ഉറങ്ങിക്കിടക്കുന്നവർക്ക്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് കർത്താവ് മത്തായിയുടെ സുവിശേഷം 26:41 നമ്മൾ വായിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, നിർണയിക്കാത്ത നാഴികയിൽ അല്ലെങ്കിൽ കള്ളം വരുന്ന പോലെ ആർക്ക് വേണ്ടിയാ വരുന്നത്? ഒരുങ്ങിയിരിക്കാത്തവർക്ക് വേണ്ടിയാണ്. ഇതിനു മുമ്പേ റാപ്ചർ അല്ലെങ്കിൽ ഉൾപ്രാപണം അല്ലെങ്കിൽ മേഘത്തിൽ എടുക്കപ്പെട്ടതായ 2 വ്യക്തികളെ നമുക്ക് ബൈബിളിൽ കാണാം. ഒന്ന് ഹാനോക്കും ഒന്ന് ഏലിയാവുമാണ്. ഹാനോക്കിന്റെ മകന്റെ പേരാണ് മെത്യൂസല. മെത്യൂസലയുടെ പേരിന്റെ അർത്ഥം എന്തുവാ എന്ന് വെച്ചാൽ, ഇവൻ മരിക്കുന്ന നാളിൽ ഫ്ലഡ് വരും, അല്ലെങ്കിൽ ലോകം അവസാനിക്കുന്നുള്ളൊരു മീനിങ് ആണ് മെത്യൂസലയുടെ ഹിസ് ഡെത്ത് ഷാൽ ബ്രിങ് എന്നാണ് അദ്ദേഹത്തിന്റെ മെത്യൂസലയുടെ പേരിന്റെ അർത്ഥം. അപ്പം മെത്യൂസല എന്ന് മരിക്കുന്നു അന്ന് ഫ്ലഡ് വരുമെന്ന് ഹാനോക്കിന് അറിയാമായിരുന്നു. ഹാനോക്കിന് ഒരു പുസ്തകമുണ്ട്, ഹാനോക്കിന്റെ പുസ്തകം ഉണ്ടെന്ന് നമുക്ക് യൂദായുടെ ലേഖനത്തിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഹാനോക്കിന്റെ പുസ്തകം നമുക്ക് വേണമെങ്കിൽ ഈവൻ ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ PDF ഫോമാറ്റിലും നമുക്ക് വായിക്കാൻ പറ്റും. അതിനകത്ത് ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ട് ടു റെവലേഷൻ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഹാനോക്കിന്റെ പുസ്തകത്തിൽ, ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഹാനോക്കിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഹാനോക്ക് എടുക്കപ്പെടുന്നതിന് 30 ദിവസം മുമ്പ് he told his sons and his household, എൻ്റെ മക്കളോടും വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞു, 30 ദിവസത്തിന് മുമ്പേ പറഞ്ഞു ഞാൻ എടുക്കപ്പെടാൻ പോവാണെന്ന്. അപ്പൊ ഹാനോക്ക് എടുക്കപ്പെടാൻ പോകുന്നതിന് മുമ്പേ ഹാനോക്കിന് അറിയാമായിരുന്നു, ഹാനോക്കിന്റെ വീട്ടുകാർക്കും അറിയാമായിരുന്നു ഹാനോക്ക് എടുക്കപ്പെടാൻ പോകുന്നു. അപ്പൊ അതൊരു സർപ്രൈസ് എലമെന്റ് അതിനകത്തില്ലായിരുന്നു. ഇറ്റ് വാസ് നോട്ട് എ സർപ്രൈസ്. അതുപോലെ തന്നെ ഏലിയാവും എടുക്കപ്പെടുന്നതിന് മുമ്പേ പ്രവാചക ശിഷ്യന്മാർക്കും എലീഷായ്ക്കും അറിയാമായിരുന്നു. ബഥേലിലുള്ള പ്രവാചക ശിഷ്യന്മാർക്കും എരിഹോവിലുള്ള പ്രവാചക ശിഷ്യന്മാർക്കും അറിയാമായിരുന്നു ഏലിയാവിനെ എടുത്തുകൊള്ളപ്പെടാൻ പോകുന്നത്. അപ്പോൾ റാപ്ചർ ഓഫ് എലൈജ ആൻഡ് ഈനോക്ക് ഡിഡ് നോട്ട് ഹാപ്പൻ ആസ് എ സർപ്രൈസ് എലമെന്റ്. അവർക്കെല്ലാം അറിയാമായിരുന്നു റാപ്ചർ നടക്കാൻ പോവുകയാണെന്ന്. എന്നാൽ എപ്പോഴാന്നൊക്കെ അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഇനിയിപ്പോൾ റാപ്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി എ സർപ്രൈസ് എലമെന്റ്. അത് നമുക്ക് കാലങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുള്ളവരായിരിക്കും. ഇപ്പം ഇതെന്തോ സംഭവം, ഇത് എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ള വ്യക്തമായ ഒരു ബോധം നമുക്കും ഉണ്ടായിരിക്കണം. പിന്നെ ഒരു കാര്യം ഇവിടെ ആമോസ് 3:7 പറയുന്നു, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യം ചെയ്യുകയില്ല. അപ്പൊ കർത്താവ് തൻ്റെ പ്രവാചകന്മാരോട് അരുളി ചെയ്യാതെ ഒരു കാര്യം ചെയ്യുകയില്ല എന്ന് ഇവിടെ വചനത്തിൽ പറയുന്നു. അപ്പം ചിലവർ പറയും, ഞാനും ഒരു പ്രവാചകനാ, എന്നോട് ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല ഇതിൻ്റെ കാര്യമൊന്നും. അപ്പൊ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കിയാൽ സെദക്കിയാവ് മിക്യാവിനോട് ചോദിക്കുന്നു, അത് എപ്പോഴാണ് ആഹാബ് രാമോത്തിൽ ഗിലിയാദില് യുദ്ധത്തിന് പോകണോ വേണ്ടിയോ എന്ന് ചോദിക്കാനായിട്ട് പ്രവാചകന്മാരെ എല്ലാം വിളിച്ചപ്പോൾ സെദക്കിയാവ് എല്ലാവരും പറഞ്ഞു, ഒരുപാട് പറഞ്ഞു രാജാവ് കൃതാർത്ഥനാകും, യുദ്ധത്തിന് പോകണമെന്ന്. മിക്യാവിനെ വിളിച്ചപ്പോഴും ആദ്യം പറഞ്ഞു, മിക്യാവിനോട് പറഞ്ഞു അങ്ങനെ തന്നെ പ്രവചിക്കണം. പക്ഷെ മിക്യാവ് പറഞ്ഞു രാജാവിന് അഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ എല്ലാവരും ആടുകളെ പോലെ ചിതറി കിടക്കുന്നതായിട്ട് പറഞ്ഞു. അപ്പം സെദക്കിയാവ് മിക്യാവിനോട് ചോദിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ വിട്ട് നിന്റെ അടുക്കൽ ഏത് വഴിയായി വന്നു? അപ്പം മിക്യാവ് പറയുന്നുണ്ട്, നീ ഒളിപ്പാൻ അറ തേടി നടക്കുന്ന നാളിൽ അത് കാണും. അപ്പൊ ഈ ഒരു അരുളപ്പാട് മിക്യാവിനെ പ്രാപിച്ചപ്പോൾ അത് സെദക്കിയാവിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ദൈവാത്മാവ് വേറെ വല്ലവരോടൊക്കെ പറയുമ്പോൾ അത് നമ്മളത് ഈഗോയിസ്റ്റിക് ആകാതെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു
മനോഭാവം നമുക്കുണ്ടായിരിക്കണം. അതുമല്ല എലീഷ പ്രവാചകൻ അടുത്ത് ശൂനേംകാരത്തി അവൾ മകൻ മരിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ എലീഷ പ്രവാചകൻ പറയുന്നുണ്ട് ദൈവം എന്നെ യഹോവ ഇത് എന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നു. ചില കാര്യങ്ങൾ ചില പ്രവാചകന്മാർക്ക് ചിലപ്പം വെളിപ്പെട്ട് വന്നെന്നിരിക്കില്ല. അപ്പം നമ്മളെ ഇവിടെ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് യെശയ്യാ 21:6 പറയുന്നു, കർത്താവ് എന്നോട് നീ ചെന്ന് ഒരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക, അവൻ കാണുന്നത് അറിയിക്കട്ടെ. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ ഇവിടുത്തെ കാവൽക്കാരായിട്ട് വെച്ചിരിക്കുവാണ്. അപ്പൊ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ പലരിലൂടെ അവര് കർത്താവിന്റെ അരുളപ്പാട് അറിയുന്നത് അവര് അറിയിക്കും. അത് ഏറ്റെടുക്കണോ ഇല്ലയോ എന്നുള്ളത് അവരവരുടെ ഫ്രീ വിൽ ചോയ്സ് ഉണ്ടല്ലോ, അവരവർ ഏറ്റെടുക്കുക. പിന്നെ നമുക്ക് ഒരു വലിയ മർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പത്രോസ് 3:8 കാണാൻ പറ്റും. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ഈ ഒരു നമ്മുടെ 1000 ദിവസം എന്ന് പറയുന്ന ദൈവത്തിന് ഒരു ദിവസം പോലെയാണ്. നമുക്കത് സങ്കീർത്തനം 90:4 അത് തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അങ്ങനെ നമ്മളിപ്പം അത് നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ ഉൽപ്പത്തി 2:16-17 നമ്മൾ വായിക്കുന്നു, യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് ഏദൻ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന് ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നാണ്. അപ്പം നമ്മൾ നോക്കിയാൽ ആദാമും ഹവ്വായും നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിച്ച ആ ദിവസം തന്നെ മരിച്ചോ? ഇല്ലല്ലോ. അപ്പൊ എന്തോ സംഭവിച്ചു? അപ്പൊ ചിലവർ പറയും അവരുടെ സ്പിരിച്വൽ ഡെത്ത് ആയിരുന്നു, ആത്മീയമായി അവരന്ന് മരിച്ചു എന്ന്. അതൊരു കണക്കിന് പറഞ്ഞാൽ ശരി തന്നെയാണ്, അവർ ആത്മീയമായിട്ട് മരിച്ചു. പക്ഷെ നമ്മളിപ്പോ ഈ കണക്കെടുത്ത് നോക്കിയാൽ 1000 സംവത്സരമാണ് ദൈവത്തിന്റെ കണ്ണിൽ ഒരു ദിവസം. ആദാമിന്റെ ആയുഷ്കാലം 930 സംവത്സരമാണ്. 930 എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കണക്ക് പ്രകാരം ഒരു ദിവസം ആയിട്ടില്ല, 1000 സംവത്സരം ആവുമ്പോഴാണ് ഒരു ദിവസം ആകുന്നത്. അപ്പം ദൈവത്തിന്റെ കണക്ക് പ്രകാരം ആദം ആ ദിവസം തന്നെ മരിച്ചു. അപ്പൊ 1000 സംവത്സരമാണ് ദൈവത്തിന്റെ കണക്കിൽ ഒരു ദിവസം. അപ്പൊ ഇവിടെ യെശയ്യാ 46:10 നമുക്ക് കാണാം, ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു, എൻ്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ സൃഷ്ടിയുടെ അവസാനം എന്തായിരിക്കും എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതാണ് യെശയ്യാ ഇവിടെ 46:10 പറയുന്നത്. ആരംഭത്തിൽ തന്നെ അതിന്റെ അവസാനം അറിയാം. അപ്പൊ സൃഷ്ടിപ്പ് നടന്നത് 7 ദിവസമാണെങ്കിൽ ദൈവത്തിന്റെ 7 മനുഷ്യരാശിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിപ്പിന്റെ ഗോഡ്സ് പ്ലാൻ 7000 year പ്ലാൻ ഫോർ മാൻകൈൻഡ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാര്യം. ആരംഭത്തിൽ തന്നെ ആരംഭത്തിൽ ഗോഡ് ഓൾവേസ് ഫോളോസ് എ പെർട്ടിക്കുലർ പാറ്റേൺ, ഒരു പാറ്റേൺ ഉണ്ട്. അതുമല്ല our God is a God of order and precision and accuracy at the appointed time. ദൈവത്തിന്റെ കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ സമയത്ത് നടക്കും. അത് ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയില്ല. ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി, ഇപ്പൊ ദൈവത്തിന് സമയം വെച്ചിരുന്ന 1000 സംവത്സരമാണ് കർത്താവിന് ഒരു ദിവസമെങ്കിൽ കർത്താവിന്റെ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 4 ദിവസമാണ് ഒരു സെക്കൻഡ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന ലോകത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മിനിറ്റ് പോലും ഇല്ല ദൈവത്തിന്റെ ക്ലോക്കിനനുസരിച്ച് കാലത്തിന്റെ അവസാനം വരാനായിട്ട് ഒരു മിനിറ്റ് പോലും ഇല്ല. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ഇപ്പൊ കൂടുതൽ ചിന്തിക്കാം. ഗോഡ് 7000 year പ്ലാൻ. ഓക്കെ, ഫസ്റ്റ് അത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമുക്കറിയാം. ആ ഫസ്റ്റ് ഡേയിൽ എന്തോ സംഭവിച്ചു? ദൈവം വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിടിപ്പിച്ചു. അപ്പൊ ഫസ്റ്റ് മില്ലേനിയം, ആദ്യത്തെ 1000 വർഷത്തിൽ നമുക്കറിയാം മനുഷ്യൻ ഈ ഫലം, ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള ഫലം കഴിച്ചത് കൊണ്ട് ഹി ബിക്കേം അവെയർ ഓഫ് ഗുഡ് ആൻഡ് ഈവൽ, നന്മയും തിന്മയും പറ്റി ബോധവാനായി. അത്
മനുഷ്യൻ. അപ്പം ഡേ 1 നമുക്ക് ഫസ്റ്റ് മില്ലേനിയത്തിനകത്ത് അത് ആക്ച്വലി അതേ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. ഇനി ഡേ 2 രണ്ടാമത്തെ ദിവസം God separated the waters above from the waters below. ആകാശത്തിന് മേലുള്ളതും ആകാശത്തിന് കീഴെയുള്ള വെള്ളത്തെ തമ്മിൽ ദൈവം വേർപിരിപ്പിച്ചു. ഇത് തന്നെ നമുക്ക് 2000 വർഷത്തിനകത്ത് കാണാൻ പറ്റുന്നത് നോഹയുടെ കാലത്തുള്ള ജലപ്രളയ സമയത്ത്. അതിന് ശേഷം ഭൂമിയെ ആദ്യം ജലപ്രളയ സമയത്ത് ഭൂമി മൊത്തം വെള്ളത്തിനാൽ മൂടി. പിന്നെ ഗോഡ് അവിടെ നമുക്ക് വായിക്കാൻ പറ്റുന്നത് 38:2 ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലും പിന്നെ അടഞ്ഞു. സോ ഗോഡ് സെപ്പറേറ്റഡ് അഗൈൻ ദ വാട്ടേഴ്സ് ഫ്രം അബവ് ആൻഡ് വാട്ടേഴ്സ് ഫ്രം ബിലോ. അങ്ങനെ ഡേ 2 സെയിം പാറ്റേൺ നമുക്ക് കാണാം. മില്ലേനിയം 2 ഡേ 3 that is the third day God created the seed bearing plants. വിത്തുള്ള സസ്യങ്ങൾ ദൈവം മുളപ്പിച്ചു. അല്ലെങ്കിൽ 2000 വർഷത്തിന് അവസാനം തൊട്ട് 3000 വർഷത്തിന്റെ അവസാനം വരെ നമുക്ക് നോക്കിയാൽ അതിനകത്താണ് അബ്രഹാമിന് തൻ്റെ വാഗ്ദത്തം ലഭിക്കുന്നത്. നിന്റെ സന്തതി വാഗ്ദത്ത ഭൂമി അവകാശമാക്കുമെന്ന് പറയുന്നത്. ഈ കാലയളവിൽ തന്നെയാണ് ഇസ്രായേൽ മക്കൾക്ക് ദ ടോറ ഓർ ദ ലോ അല്ലെങ്കിൽ ന്യായപ്രമാണം ലഭിക്കുന്നത് മോശയിലൂടെ. അപ്പോൾ സീഡ് ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്. നമുക്ക് ഇത് സെയിം പാറ്റേൺ കാണാം. ദൈവം 3-ാം ദിവസം വിത്തുള്ള സസ്യങ്ങളെ മുളപ്പിച്ചു. വിത്ത് എന്ന് പറയുന്ന വേർഡ് ഓഫ് ഗോഡ് ആണ്, അല്ലെങ്കിൽ സന്തതിയെയും ആയിട്ട് ഉപമിച്ചിട്ടുണ്ട്. ഡേ 4 ഗോഡ് ക്രിയേറ്റഡ് ദ ലൈറ്റ്സ്. വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. 4000 വർഷത്തിന്റെ അവസാനമായപ്പോഴാണ് കറക്റ്റ് 4000 വർഷത്തിന്റെ അവസാനമായപ്പോൾ ജീസസ് കെയിം ഇൻ ടു ദ വേൾഡ് ആസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യേശു വന്നപ്പോൾ BC എന്നും AD എന്നുമായിട്ട് 2 കാലഘട്ടമായിട്ട് തിരിച്ചിട്ട് 4000 വർഷം കഴിഞ്ഞ് യേശു ക്രിസ്തു ഭൂമിയിൽ it was his first coming. And മലാക്കി 4:2 യേശുക്രിസ്തുവിനെ നീതി സൂര്യനായിട്ടും പറഞ്ഞിട്ടുണ്ട്. alright, അങ്ങനെ ഇനി നെക്സ്റ്റ് ഡേ 5 ആണ്. ഡേ 4ഉം ഡേ 7ഉം വെരി ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആണ്. എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് കമ്മിങ് ഇസ് ഓൺ ഡേ 4 ആൻഡ് ഡേ 6ന്റെ അവസാനം അല്ലെങ്കിൽ അവസാനം ആകുമ്പോഴാണ് സെക്കൻഡ് കമ്മിങ് വരുന്നത്. ഇത് രണ്ടും വെരി ഡേ ഓഫ് ദ ലോർഡ്സ് ആണ്. ഈ ഡേ 5 ഗോഡ് ക്രിയേറ്റഡ് ദ ഫിഷസ് ആൻഡ് ദ ബേർഡ്സ്. നമുക്കറിയാം 5-ാം ദിവസം ഫിഷസ് ആൻഡ് ദ ബേർഡ്സ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് 5000 വർഷമായപ്പോൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ പിന്നെ 4000 വർഷം കഴിഞ്ഞ് കർത്താവ് ഭൂമി വന്നു കഴിഞ്ഞിട്ട് ദ ചർച്ച് ഏജ് ബിഗാൻ, അല്ലെങ്കിൽ സഭയുടെ യുഗം ആരംഭിച്ചു. ദാറ്റ് ഈസ് ഫ്രം 2 വർഷത്തേക്ക് 2000 വർഷത്തേക്ക് that is from the end of 4000 year to the end of 6000 years ആണ് സഭയുടെ യുഗം. ഓക്കെ, ഈ സമയത്ത് ദൈവം യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, യു വിൽ ബിക്കം ഫിഷേഴ്സ് ഓഫ് മെൻ. നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഈ 5th മില്ലേനിയത്തിന് 4000 വർഷം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഡ്യൂറിങ് ദ 5th millennium ആണ് ഹോളി സ്പിരിറ്റ് കെയിം ടു ദ എർത്ത് ഓൺ ദ ഡേ ഓഫ് പെൻഡകോസ്റ്റ്. In day 6, God created man and the animals, and God created man and asked them and blessed them to multiply on earth. In millennium 6, ഇപ്പോൾ 5000 വർഷം കഴിഞ്ഞ് 6000 വർഷം ഈ കാലയളവിൽ നമ്മൾ നോക്കിയാൽ ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ഭയങ്കരമായിട്ട് പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട്. ആൻഡ് മാൻ ഹാസ് റീച്ച്ഡ് എവറി പാർട്ട് ഓഫ് ദി പ്ലാനറ്റ്. They have multiplied and reached ഭൂമിയെ കൈവശമാക്കാൻ പറഞ്ഞു. ആൻഡ് ഭൂമിയുടെ എല്ലാ ഭാഗത്തും മനുഷ്യൻ എത്തിപ്പെട്ടു. Alright, the world population has reached, has exponentially grown. Day 7, Sabbath ആണ്. That refers to the millennial reign of Christ. ഹോശിയ 6:2 പറയുന്നു, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. ഈ 2 ദിവസം എന്ന് പറയുന്നത് യേശുവിൻ്റെ മരണം, അടക്കം, പുനരുദ്ധാനം കഴിഞ്ഞിട്ട് ഈ മടങ്ങി വരുന്നതിൻ്റെ ഇടയിൽ 2 ദിവസമുണ്ട്. അല്ല സോറി, ഞാൻ ഉദ്ദേശിക്കുക 2 ദിവസം എന്ന് ഉദ്ദേശിക്കുമ്പോൾ 2000 വർഷമാണ്. 2000 വർഷം കർത്താവിൻ്റെ മരണം, അടക്കം കഴിഞ്ഞിട്ട്
കഴിഞ്ഞ പുനരുദ്ധാനത്തിന്റെ ഇടയിൽ 2 ദിവസമായിരുന്നു. അത് കർത്താവിന്റെ സ്വർഗാരോഹണത്തിനും പിന്നെ രണ്ടാമത്തെ മടങ്ങി വരവിനും തമ്മിൽ 2000 വർഷത്തിന്റെ ഗ്യാപ്പുണ്ട്. അത് ഓക്കെ. നമ്മൾ നോക്കിയാൽ ആദാം തൊട്ട് കർത്താവിന്റെ ഫസ്റ്റ് കമ്മിങ് ഇസ് 4000 ഇയേഴ്സ്. പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പം 2000 വർഷം കഴിയുമ്പോഴാണ് സഭ ഇവിടുന്ന് എടുത്തുകൊള്ളപ്പെടുന്നത്. അത് കഴിഞ്ഞൊരു 7 വർഷം കഴിയുമ്പോൾ 7 വർഷം ട്രിബുലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ മഹോദരവകാലമുണ്ട്. അത് കഴിയുന്ന ഉടനെ യേശുക്രിസ്തുവിന്റെ 2ാം മടങ്ങി വരും, ഭൂമിയിൽ കാലുകുത്തുന്ന ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വരുന്ന സെക്കൻഡ് കമ്മിങ്. അത് കഴിഞ്ഞിട്ടാണ് 1000 years millennial rule വരുന്നത്. Alright, so day 1 and if you can compare days with the millennial years, it'll be like this. Okay, so we have reached the end of day 6. 6000 വർഷത്തിന്റെ അവസാന നിമിഷങ്ങളാണ് നമ്മളിപ്പം. അപ്പോൾ കർത്താവിന്റെ വരവ് ഇപ്പോൾ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് കമ്മിങ് ഹാസ് 2 phases. One is the first catching away of the saints or the rapture, ഉൾപ്രാപണം എന്നൊക്കെ പറയുന്നത്. സോ അതാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന നെക്സ്റ്റ് ഈവന്റ്. Alright, and we know the rapture will occur before the 7-year tribulation. We are not going to go through the 7-year tribulation. We're going to be caught up in the mid-air. We're going to go up in the rapture. അതാണ് നമ്മൾ പറയുന്നത്. ഇപ്പം ചർച്ച് ഏജിന്റെ എൻഡായി ട്രിബുലേഷൻ തുടങ്ങാൻ പോവാണ്. ട്രിബുലേഷൻ്റെ ഇറ്റ്സ് ഡിവൈഡഡ് ഇൻടു 2 halves ആയിട്ട് അതും നമുക്ക് നോക്കാം. സോ ഗോഡ് വിൽ ഡെലിവർ ദ റൈച്ചസ് ഫ്രം ദ കലാമിറ്റി. ചിലർ ചില തിയറീസ് പറയുന്നത് സഭ മഹോദരവകാലത്തിലൂടെ പോകണം എന്നൊക്കെയാണ്. പക്ഷെ നമുക്ക് വചനം പഠിച്ചാൽ നമുക്കറിയാം കർത്താവ് തൻ്റെ ജനത്തെ ഇതിൽ നിന്ന് he will deliver the righteous from the calamity. Because just as it was in the days of Noah, so it will be in the days of the sons of men. നോഹയുടെ കാലത്ത് എങ്ങനെയായിരുന്നു അങ്ങനെ ആയിരിക്കും മനുഷ്യപുത്രന്റെ കാലത്തും. അന്ന് നോഹയുടെ കാലത്ത് തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും ഒക്കെ ഇരുന്ന പോലെ തന്നെ ഇപ്പോഴും നടക്കുന്നു. അപ്പം പക്ഷെ ദൈവം ഈ ഫ്ലഡ് അല്ലെങ്കിൽ ജലപ്രളയം വരുന്നതിന് മുമ്പേ നോഹയും കുടുംബത്തെയും രക്ഷിച്ചു. അതുപോലെ തന്നെ സോതോമിൻ ഗോമോറയിലും നടന്ന സോതോമിനെയും ഗോമോറയും ഉന്മൂലനാശം ചെയ്യുന്നതിന് മുമ്പേ ലോത്തിനെയും കുടുംബത്തെയും രക്ഷിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് ദൈവം പറയുന്ന ഒരു ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുന്നില്ല. അപ്പൊ ലോത്തിന്റെ ഭാര്യ എന്തുകൊണ്ട് നമ്മൾ ഓർക്കണം? ലോത്തിന്റെ ഭാര്യയ്ക്ക് പറയാൻ ലോത്തും അബ്രാമിനെ പോലെ നല്ല ഒരു ധനികനായിരുന്നു. നല്ല സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ലോത്ത് കുടുംബവും. അപ്പൊ ലോത്തിന്റെ ഭാര്യയ്ക്ക് ഇതെല്ലാം ഇട്ടിട്ട് പോകുന്ന കാര്യം ഓർക്കുമ്പം ഭയങ്കര ഒരു വിഷമമായിപ്പോയി. അപ്പൊ ലോത്തിന്റെ ഭാര്യ അത് അല്ലെങ്കിൽ നമ്മളിപ്പം ഒത്തിരി സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്, ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. പിന്നെ ഇതാണ് ലോത്തിന്റെ കാലഘട്ടത്തിൽ നിന്നും നോഹയുടെ കാലഘട്ടത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്. സോ ഗോഡ് വിൽ ഡെലിവർ ഹിസ് പീപ്പിൾ. നോഹയുടെ കാലത്ത് ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ചു. രാഹാബിനെ യെരിഹോ പിടിച്ചടക്കിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. ലോത്തിനെ രക്ഷപ്പെടുത്തി. അപ്പൊ ഇവിടെ നമുക്ക് അതിൻ്റെ കമ്പാരിസൺ നമുക്ക് ഇപ്പോഴുമായിട്ട് നമുക്ക് നോക്കിയാലും ഇറ്റ് ഹാപ്പൻസ്. അതുമല്ല, സോതോമിനെ ഉന്മൂലനാശം ചെയ്യാൻ പോകുന്നു എന്ന് ദൈവം നേരത്തെ അബ്രഹാമിനോട് പറഞ്ഞു. അപ്പൊ ഇത് അല്ലെങ്കിൽ ലോകം അവസാനിക്കാൻ പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ ദൈവമക്കൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും, കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കാൻ പോകുന്നത് എന്നുള്ളത്. എല്ലാവരും വിശ്വസിക്കണമെന്നില്ല. അപ്പൊ ഉൽപ്പത്തി 18:25 അബ്രഹാം ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവ്വഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? ദുഷ്ടനോടുകൂടെ നീതിമാനെയും ദൈവം നശിപ്പിക്കയില്ല എന്ന് അബ്രഹാം പറയുന്നുണ്ട്. വെളിപ്പാട് 3:10 പറയുന്നു, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ
ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അപ്പൊ സഹിഷ്ണു കർത്താവിന്റെ നാമത്തിന് വേണ്ടി സഹിച്ച് കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഒരു ഭക്തന് ദൈവം പരീക്ഷയിൽ കൂടെ കടത്തത്തില്ലെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. So be sure of this, the wicked will not go unpunished, but those who are righteous will go free. Proverbs 11:21. പിന്നെ അപ്പം നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു കാലാവധിയുണ്ട്. കാലം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെടാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. പെട്ടകത്തിന്റെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര വിചാരിച്ചെന്ന് പറഞ്ഞാലും ഒന്നും നടക്കത്തില്ല. പിന്നെ സമയം കഴിഞ്ഞുപോയി. നമുക്ക് അത് 10 കന്യകമാരുടെ എക്സാമ്പിൾസ് നമുക്കറിയാം. അതിൽ 5 പേരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു, 5 പേരുടെ വിളക്കിൽ എണ്ണയില്ലായിരുന്നു. അപ്പം വിളക്കിൽ എണ്ണയുള്ളവർ പറഞ്ഞ എന്തുവാണ്, നിങ്ങൾക്കും പോരായ വരാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളാൻ. അപ്പോൾ അവർക്ക് ഇനി എണ്ണ വേണമെങ്കിൽ നമ്മൾ കുറച്ച് ചെലവിടണം. എന്തുവാണ് ചെലവിടേണ്ടത്? കർത്താവിന് നമ്മുടെ പൈസയൊന്നും വേണ്ട. എന്തുവാണ് അപ്പോൾ നമുക്ക് ചെലവിടാൻ പറ്റുന്നത്? നമ്മുടെ സമയമാണ്. നമ്മൾ സമയം ചെലവഴിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പരിശുദ്ധാത്മാവെന്ന എണ്ണയെ നാം പ്രാപിക്കാനാണ് ഇവിടെ നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്ന ഈ 10 കന്യകമാരുടെ പാരബിളിൽ നിന്ന്. അത് നമുക്ക് മത്തായി 25:9-13 വരെയുള്ള ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം കതവ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാൾ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുമെന്ന് തീർത്തു പറയും. പിന്നെ കഥ അടച്ചു കഴിഞ്ഞ് കിടന്ന് എത്ര കുട്ടിയാലും പിന്നെ അതിനകത്ത് വേറെ നീക്കുപോക്കില്ല. ഇങ്ങനെ ഇനി നമുക്ക് കർത്താവിൻ്റെ വരവിനെ പറ്റിയും അന്ത്യകാല സംഭവത്തെ പറ്റിയും നമുക്ക് ഒത്തിരി നല്ലൊരു പാഠമാണ് ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. അത് ഇസ്രായേൽ മക്കളുടെ ഉത്സവങ്ങളാണ്. ഈ ഉത്സവങ്ങൾ അവർ ആണ്ടുതോറും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് റിഹേഴ്സൽ ആണ്, ഒരു ഡ്രസ് റിഹേഴ്സൽ ബിഫോർ ദി ആക്ച്വൽ ഈവൻറ്റ് നടക്കുന്നതിന് മുമ്പ് നമുക്ക് പല പ്രാവശ്യം നമുക്കറിയാം റിഹേഴ്സൽസ് ഒക്കെ നടക്കും. അപ്പം ഈ ഇസ്രായേൽ മക്കളുടെ ഫെസ്റ്റിവൽസ് ഒക്കെ ഒരു റിഹേഴ്സലാണ് ഫോർ ദ ആക്ച്വൽ കമ്മിങ് ഓഫ്. ഇനിയിപ്പം ഹീബ്രൂസ് ചാപ്റ്റർ 10:1 നമ്മൾ വായിക്കുന്നത്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്കും സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. The Old Testament is a shadow of the very substance. പഴയ നിയമത്തിലുള്ളത് ഒരു ഷാഡോ ആയിരുന്നു, ഒരു ഡ്രസ് റിഹേഴ്സൽ പോലെയായിരുന്നു. ബട്ട് ദ റിയൽ സബ്സ്റ്റൻസ് ഇസ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യേശുവിലാണ് അതിന് പൂർത്തീകരണം നമ്മൾ കാണുന്നത്. ലെവിറ്റിക്കസ് അല്ലെങ്കിൽ ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ 7 ഉത്സവങ്ങളെ പറ്റി പറയുന്നുണ്ട്. ദൈവം കൊടുത്ത 7 ഉത്സവങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് ഉത്സവമാണ് ദ പാസ് ഓവർ അല്ല പെസഹ. അത് നടക്കുന്നത് മാർച്ച് ഏപ്രിലാണ്. That has already been fulfilled. It shows the redemption, sacrifice, death of Messiah. Then the feast of unleavened bread, അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാള്. അത് ഇറ്റ് ഈസ് അബൌട്ട് ദ സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ബറിയൽ ഓഫ് മെസായ ആൻഡ് നോ ഡിക്കേ. ദാറ്റ് ഈസ് ഓൾസോ ഫുൾഫിൽഡ് ഇൻ ജീസസ്. പിന്നെ ആദ്യ ഫലത്തിൻ്റെ പെരുന്നാൾ, അത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിനെ കാണിക്കുന്നു, അതും നിവൃത്തിയായി. പിന്നെ 4ാമത്തെ പെരുന്നാളാണ് ഫീസ്റ്റ് ഓഫ് വീക്സ് എന്നുള്ള പേരുണ്ട്. ദാറ്റ് ഈസ് വാരോത്സവം അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് പെരുന്നാൾ. അത് ഫീസ്റ്റ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ഫലങ്ങളുടെ പെരുന്നാളിൽ കഴിഞ്ഞിട്ട് 50 ദിവസം കഴിഞ്ഞിട്ടാണ് ഡേ ഓഫ് പെന്തക്കോസ്റ്റ്. അതും നിവൃത്തിയായി. ഇനി നിവൃത്തിയാകാത്ത അവസാന 3 ഉത്സവങ്ങളാണ് റോഷ് ഹഷാന അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ്, യോം കിപ്പൂർ, ദ ഡേ ഓഫ് അറ്റോൺമെന്റ് ആൻഡ് ദ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ. ഇതും
ഇപ്പോഴും അവർ ആണ്ടുതോറും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ആക്ച്വൽ പൂർത്തീകരണം നടക്കാൻ പോകുന്നത് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റിനെയാണ്. ഫസ്റ്റ് 4 fees have been fulfilled at the first coming of Jesus. അവസാനത്തെ 3 feasts will be fulfilled at the second coming of Jesus. The first four feasts are called the during the spring holidays, and the last 3 are the fall holidays, and it will be fulfilled during the second coming of Jesus. So Passover, he was slain. Unleavened bread, he removed sin. First fruits, he was raised from the dead. Pentecost, he pours out his Holy Spirit. Feast of Trumpets, return for his bride, that is rapture. Yom Kippur, he judges the world. Tabernacles, he dwells with us again. All right. So spring feast was in the first coming, and the fall feast in the second coming. So God has certain appointed times. They are not man-made holidays. മനുഷ്യനുണ്ടാക്കിയ ദിവസമോ ഒന്നുമല്ല. ദൈവം കൽപ്പിച്ചുണ്ടാക്കിയ അപ്പോയിൻറ്റഡ് ടൈംസ് ഉണ്ട്, നിയമിക്കപ്പെട്ട നാളുകളുണ്ട്. ഓക്കെ, ആൻഡ് ഇസ്രായേൽ ഇസ് ഗോഡ്സ് പ്രോഫറ്റിക് ടൈം ക്ലോക്ക്. ദൈവം ഇസ്രായേലിനോടാണ് ലോകത്തിൻ്റെ രക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഇസ്രായേലാണ് ദൈവത്തിൻ്റെ പ്രോഫറ്റിക് ടൈം ക്ലോക്ക് എന്ന് പറയും. സോ കീപ് യുവർ ഐസ് ഓൺ ജെറുസലേം. അവിടെ നടക്കുന്നതാണ് ലോകത്തിന് എല്ലാത്തിൻ്റെയും നമുക്ക് കർത്താവ് ഇസ്രായേലിൽ കൂടെയാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നത്, ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിലൂടെ. അപ്പോൾ നമ്മൾ ലെറ്റ്സ് ഫോക്കസ് ഓൺ ഇസ്രായേൽ ആൻഡ് their feast and everything. First feast is the Passover. So the Passover points to Jesus. We have seen in 1 Corinthians chapter 5 verses 7 and 8, നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു അറുക്കപ്പെട്ടെന്ന് നമുക്ക് അത് അവിടെ കാണുവാൻ കഴിയും. പിന്നെ യോഹന്നാൻ 1:29 വായിക്കുന്നു, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശുക്രിസ്തു. അപ്പം യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി കുലമരത്തിൽ പാപയാഗമായിട്ട് നമുക്ക് വേണ്ടി മരിച്ചു. So the Passover lamb, the Passover also shows the exodus of Israel from Egypt. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ രക്ഷ പ്രാപിച്ചതിനാണ്. ടു കമമറേറ്റ് ദാറ്റ് വി ഹാവ് ദ പാസ്ഓവർ ഫീസ്റ്റ്. അതുപോലെ നമ്മളെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ രക്ഷിപ്പാനായി കർത്താവ് പാപയാഗമായിട്ടാണ് കാൽവരിയിൽ മരിച്ചത്. ആ Pesahയുടെ actual fulfillment, Jesus Christ on the day of crucifixion, it was fulfilled. So the Passover points to Christ. The feast of unleavened bread, നമുക്കറിയാം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആചരിക്കാനായിട്ട് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു. അവര് ഒരു മാളികയിൽ ഒരുക്കിയ മാളികയിൽ അവര് പെസഹ ആചരിച്ചു. അപ്പോൾ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഇതെൻ്റെ അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കൊടുപ്പീൻ. യേശുക്രിസ്തു തന്നെ ജീവന്റെ അപ്പമായിട്ട് നമ്മുടെ ഇടയിൽ വന്നു. ആൻഡ് ഹി വാസ് ബ്രോക്കൺ, ഹിസ് ബോഡി വാസ് ബ്രോക്കൺ ഫോർ our sins. That the feast of the unleavened bread is fulfilled in Jesus Christ on that day when he kept the feast of unleavened bread. Now the feast of first fruits. For feast of first fruits എന്ന് പറയുന്നത് it shows the resurrection. അല്ലെങ്കിൽ feast of first fruits, ആദ്യ ഫലങ്ങളുടെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ Jesus Christ rose from the dead as a first fruit from the dead. അല്ലെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ജീസസ് became the first fruit of resurrection. We are all going to be resurrected. So now Jesus became the first fruit of resurrection on the third day
on the third day he rose up from the dead. Next is so the feast of first fruit is also fulfilled in Jesus Christ. അടുത്ത നാലാമത്തെ ഫീസ്റ്റ് ആണ് ദ ഫീസ്റ്റ് ഓഫ് വീക്സ് അല്ലെങ്കിൽ വാരോത്സവം അല്ലെങ്കിൽ പെന്തക്കോസ് നാൾ എന്ന് പറയുന്നത്. അപ്പം പെന്തക്കോസ് നാൾ നടക്കുന്നത് അല്ലെങ്കിൽ ഈ വാരോത്സവം നടക്കുന്നത് 50 ദിവസം കഴിഞ്ഞിട്ടാണ്. ഫീസ്റ്റ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ് കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞിട്ടാണ് ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ്. അപ്പം യഹൂദന്മാര് ഈ വാരോത്സവം കഴിഞ്ഞിട്ട് 50 ദിവസം കഴിഞ്ഞ് അവരുടെ ഫീസ്റ്റ് ഓഫ് വീക്സ് അല്ലെങ്കിൽ ആദ്യഫലത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് 50 ദിവസം കഴിഞ്ഞ് അവർ വാരോത്സവം അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് നാൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം തന്നെയാണ് Holy Spirit came down to earth from heaven. അതിനു മുമ്പേ So Holy Spirit is a God. He's our dwelling place. He's the giver of gifts. നമുക്ക് ഇതൊക്കെ നമ്മുടെ പുതിയ നിയമത്തിൽ വായിക്കാൻ കഴിയും. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. കർത്താവ് നമ്മളെ അനാഥരായി വിട്ടിട്ടില്ല. കർത്താവ് നമ്മളോട് കൂടെ നടക്കാനായിട്ട്, നമ്മളെ ഉപദേശിക്കാനായിട്ട് കർത്താവിന്റെ ആത്മാവിനെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഇടയിലേക്ക് അയച്ചത് ഓൺ ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ് ആണ്. ആൻഡ് അപ്പോസ്തല പ്രവൃത്തി 1:8 കാണുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ നോക്കിയാൽ ഇപ്പോഴത്തെ പുതിയ ന്യൂ ടെക്നോളജി എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലുള്ളവർക്കും നമുക്ക് സുവിശേഷം അറിയിക്കാനുള്ള എല്ലാ മാധ്യമങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. സോ എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. The Holy Spirit came to earth on the day of Pentecost. So അന്ന് the church was planted. പിന്നെ അങ്ങോട്ട് ഹാർവെസ്റ്റ് ദിവസങ്ങളാണ്, അല്ലെങ്കിൽ ആത്മാക്കളുടെ കൊയ്ത്തിന്റെ സമയമാണ്. ഹോളി സ്പിരിറ്റ് ലോകത്തിൽ വന്ന് തൊട്ട് ഹോളി സ്പിരിറ്റ് ഈ ലോകത്തിൽ നിന്ന് എടുക്കുന്ന നാൾ വരെ റാപ്ചറിന്റെ സമയത്താണ് ഹോളി സ്പിരിറ്റ് വിൽ ബി ടേക്കൺ അവേ ഫ്രം ദ എർത്ത്. ഈ കാലയളവിൽ ഹോളി സ്പിരിറ്റ് ഇവിടെ ഉള്ള കാലയളവ് 2000 വർഷമാണ്. 2000 വർഷത്തേക്ക് ഹോളി സ്പിരിറ്റ് ഇവിടെ ഉണ്ട്, നമ്മുടെ കൂടെയുണ്ട്, നമ്മളിൽ വസിക്കുന്നുണ്ട്. ഈ സമയമാണ് ഹാർവെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 2 തെസ്സലോനിക്കർ 2:7-8 പറയുന്നു, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മ മൂർത്തി വെളിപ്പെട്ട് വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. At the end of this 2000 years after Jesus ഫസ്റ്റ് കമ്മിങ്, ഈ 2000 വർഷം അല്ലെങ്കിൽ റാപ്ചർ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടുന്ന് പോകും. ഈ പരിശുദ്ധാത്മാവിനെ ആണ് റിസ്ട്രെയിനർ എന്ന് പറയുന്നു, അല്ലെങ്കിൽ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ ഉള്ളിടത്തോളം കാലം അധർമ്മമൂർത്തി അല്ലെ ആന്റി ക്രൈസ്റ്റിന് വെളിപ്പെടാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ഓൾറെഡി ഉണ്ട്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, പക്ഷെ അതിന് ഓപ്പൺലി അങ്ങോട്ട് വരാനൊക്കത്തില്ല. ബിക്കോസ് ദ റിസ്ട്രെയിനർ അല്ലെങ്കിൽ തടുക്കുന്നവൻ ഇവിടുന്ന് നീങ്ങിപ്പോകണം. പരിശുദ്ധാത്മാവ് ഇവിടുന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ അല്ലെങ്കിൽ റാപ്ചർ നടക്കുന്ന സമയത്താണ് പിന്നെ ആന്റിക്രൈസ്റ്റ് വെളിപ്പെട്ട് വരും. അതുകൊണ്ട് പിന്നെ മഹോദരബ കാലം അങ്ങോട്ട് തുടങ്ങുകയാണ്. So the restrainer will soon be taken out of the way. പിന്നെ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ പെട്ടകത്തിന്റെ വാതിൽ അടയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നമ്മളും കൃപയുടെ വാതിൽ അടയുന്നതിന് മുമ്പ് നമ്മൾ രക്ഷപ്പെടാനുള്ള സമയം അധികമില്ല. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോവാം. ഇപ്പം കർത്താവിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഹാൻഡ്, ഒരു ഗ്രേസ് പീരീഡ് ഉണ്ട്. അത് ലോകത്തിലുള്ള സകലവരെയും ആ ഒരു പ്രൊട്ടക്റ്റീവ് ഹാൻഡ് ഉണ്ട്. ആ ഹാൻഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഹെൽ വിതൗട്ട് ക്രൈസ്റ്റ്. Holy Spirit is taken out of here means no good works, no religion, no knowledge, all this it won't save you. Only Jesus can save. അതുകൊണ്ട് സമയം കഴിയുന്നതിന് മുമ്പേ നമുക്ക് repent and believe in the gospel and let us be taken up along with the saints. അത് നെക്സ്റ്റ് ഇനിയിപ്പം ഇത്രയും ഫീസ് എല്ലാം ഫുൾഫിൽ ആയത് ഇൻ ദ ഫസ്റ്റ് കമ്മിങ് ഓഫ് ജീസസ്.
ഇനിയും ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സിൻ്റെ വേറൊരു ഹീബ്രു പേരാണ് റോഷ് ഹഷാന. ഈ ഫീസ്റ്റ് ഡേറ്റ്സ് ഓഫ് 2025 കൊടുത്തിട്ടുണ്ട്. അപ്പം ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ് അല്ലെങ്കിൽ യോം ടെറുവ നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 23-24 ആണ്. ആൻഡ് ഓക്കെ ഓഫ് ദിസ് ഇയർ സെപ്റ്റംബർ 23rd-24th ഈ വർഷം നടക്കാൻ പോകുന്നത്. അപ്പോൾ ചിലർ ചോദിക്കുന്നു, will the rapture happen at this feast of trumpets? ബിക്കോസ് ഇത്രയും നാളും നമ്മൾ നോക്കിയാൽ യഹൂദന്മാരുടെ ഉത്സവങ്ങളുടെ സമയത്താണ് ഓരോ ദൈവത്തിൻ്റെ അപ്പോയിൻറ്റഡ് ടൈമും എല്ലാ കാര്യവും കർത്താവിൻ്റെ ഫസ്റ്റ് കമ്മിങ് നിവൃത്തി ആയത്. അല്ലെങ്കിൽ ഡ്യൂറിങ് ദ കർത്താവിൻ്റെ ഫസ്റ്റ് കമ്മിങ്ങിലാണ് പാസ് ഓവർ ആൻഡ് ദ പാസ് ഓവർ, feast of unleavened bread, feast of first fruits and the feast of weeks. ഇത് 4 ഉത്സവങ്ങളുടെ പൂർത്തീകരണം നടന്നത്. ഇനിയിപ്പോഴത്തെ 3 അല്ലെങ്കിൽ yet to be fulfilled. അപ്പോൾ റാപ്ചറിൻ്റെ സമയത്താണോ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ് എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പം യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ പറയുന്നു, സിയോനിൽ കാഹളം ഊതുവിൻ, എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പിൻ, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നതും കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. ഒരു കാര്യം നമുക്കറിയാം, ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ് എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഒരു ഉത്സവം ആണെന്ന് നമുക്കറിയാം. അതിൽ 100 പ്രാവശ്യം കാഹളം ഊതും. There will be 100 blasts and the last blast will be a long blast. കുറേ നീട്ടി അവർ ഊതും. അപ്പം അത് അവർ ഊതണമെങ്കിൽ തന്നെ അവർ ഡേ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇറ്റ് ഇസ് എ ഡേ നോ വൺ നോസ്. എ ഡേ, the day and the hour no one knows. അതുകൊണ്ട് അവർ 2 ദിവസം കൊടുത്തിരിക്കുന്നു, സെപ്റ്റംബർ 23rd-24th. അവരിപ്പോഴും they don't know which day it will happen. It will be specified only when അവർ മൂണിനെ സൈറ്റ് ചെയ്യണം. the new മൂണിനെ സൈറ്റ് ചെയ്യുമ്പോഴാണ് 2 വിറ്റ്നസ്സസ് അത് അവർ പ്രസിഡന്റ് ഓഫ് ദ സാൻഹെഡ്രിനെ അറിയിക്കും. അപ്പോഴാണ് ഇത് ബ്ലോയിങ് ഓഫ് ദ ട്രംപറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഒരു ഇറ്റ് ഇസ് നോ വൺ നോസ് ദ ഡേ ഓർ ദ അവർ എന്ന്, അല്ലെ നാളും നാഴിക അറിയത്തില്ലെന്ന് അങ്ങനൊരു ഇറ്റ്സ് എ ജൂയിഷ് ഇഡിയമാണ്, അല്ലെങ്കിൽ ഒരു ഭാഷാ പ്രയോഗമാണ് to the feast, which points to the feast of trumpets. അപ്പോൾ യേശു ഇത് പറഞ്ഞപ്പോൾ നാളും നാഴിക ആരും അറിയത്തില്ല എന്ന് അന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് എല്ലാവർക്കും മനസ്സിലായത് യേശു ഉദ്ദേശിക്കുന്നത് ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ് ആണ്, അല്ലെങ്കിൽ കാഹള പെരുന്നാൾ എന്ന് പറയും. കാഹള പെരുന്നാളിനെ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നാളും നാഴിക അവർക്ക് അറിയത്തില്ല. എപ്പോഴാണ് മൂണിനെ സൈറ്റ് ചെയ്യുന്നത്? അന്ന് ഇന്നത്തെ പോലത്തെ ആപ്സ് ഒന്നും ഇല്ലായിരുന്നു. എപ്പോഴാണ് മൂൺ വരാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് അത് അങ്ങനെ ആയിരുന്നു. അതൊരു ജൂയിഷ് ഇഡിയമാണ്, നോ വൺ നോസ് ദ ഡേ ഓർ ദി അവർ എന്നുള്ളത്. സോ ബ്ലോ ഈ ദ ട്രംപറ്റ് ഇൻ സൈൻ. അപ്പം ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സിൻ്റെ സമയത്ത് ട്രംപറ്റ് കാഹളം ഊതുന്ന ദിവസങ്ങളാണ്. ജീസസ് ഇസ് കമ്മിങ് സൂൺ. ബ്ലോ ദ ട്രംപറ്റ്, സൗണ്ട് ദ അലാം ഓൺ മൈ ഹോളി ഹിൽ, ഓൾ ഹു ലിവ് ഇൻ ദ ലാൻഡ് വിൽ ട്രെമ്പിൾ. ഇവിടെ എല്ലാവരും ആ ശബ്ദം കേൾക്കും, ആ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കും. ദേ വിൽ ഓൾ ട്രെമ്പിൾ. പക്ഷെ ദൈവമക്കൾക്ക് സന്തോഷ സമയം they will be taken as in the twinkling of an eye. For the day of the Lord is coming, it is close at hand. So it's just like a wake-up call. Now it's time to wake up. The feast of trumpets is nearing. അതിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ am not setting the date. പക്ഷെ ഈ കാലഘട്ടം നമ്മൾ ഉറങ്ങിയിരിക്കാതെ അടുത്തിരിക്കുന്നു. അത്തിയുടെ ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം ഏത് കാലഘട്ടമാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. So blow the trumpet in the new moon in the time appointed on our solemn feast day. അന്ന് സങ്കീർത്തനം 81:3 നമ്മൾ വായിക്കുന്നുണ്ട്. Okay, so no one knows the day or the hour. ഉദ്ദേശിക്കുന്നത് ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ് അല്ലെ കാഹള പെരുന്നാളിനെയാണ്. It's a Jewish idiom. So the rapture is let's be ready for the rapture, because Jesus can come. That is the feast that is now yet to be fulfilled. So it can happen this year. I'm not giving any date, പക്ഷേ അനേകരോട് ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ട് ഈ സെപ്റ്റംബറിൽ വരുന്നു എന്ന്. അപ്പം നമ്മൾ
എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് സഭയെ ഉണർത്താനാണ്. എനിക്ക് ഡേറ്റ് ഐ എം നോട്ട് ഗിവിങ് എനി ഡേറ്റ്, എനിക്കറിയത്തില്ല ഡേറ്റൊന്നും. പക്ഷെ മലയാളി സമൂഹം ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തതുകൊണ്ട് മാത്രം എന്നോട് കർത്താവ് പറഞ്ഞു മലയാളത്തിൽ ഇതിനെപ്പറ്റി ഒന്ന് പറയാനായിട്ട്. അത്രയേ ഉള്ളൂ. ഐ എം നോട്ട് ഗിവിങ് എനി ഡേറ്റ്, ഐ എം നോട്ട് സെയിങ് ഓൺ ദിസ് പെർട്ടിക്കുലർ ഡേ ജീസസ് ഇസ് ഗോയിങ് ടു കം. ഐ ഹാവ് നോ ഐഡിയ. God just told me to tell the Keralites. Okay, so the Feast of Trumpets എന്ന് പറയുമ്പോൾ it is Rosh Hashanah. That is followed by Yom Kippur, the Day of Atonement. അപ്പം ഇവര് സാധാരണ ഈ ട്രംപറ്റ് ഷോഫർ എന്ന് പറഞ്ഞാൽ ട്രംപറ്റാണ്. അത് സൗണ്ട് ചെയ്യുന്ന വെൻ ദി കൊറോണേറ്റഡ് കിങ്, അല്ലെങ്കിൽ ഒരു രാജാവ് വരുമ്പോഴാണ് കാഹളമൂതുന്നത്, അല്ലെങ്കിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പെയാണ് കാഹളമൂതുന്നത്. പിന്നെ എല്ലാവരെയും കൂട്ടിച്ചേർക്കാനായിട്ട് അവർ കാഹളമൂതും. അപ്പം ഇങ്ങനെ പല പല സമയത്ത് ഈ പ്രത്യേക സമയത്താണ് കാഹളമൂതുന്നത്. അപ്പോൾ ഇവിടെ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ് എന്ന് പറഞ്ഞാൽ ദ സൂൺ കമ്മിങ് ജീസസ് ഇസ് ദ സൂൺ കമ്മിങ് കിങ്. ഹീ ഈസ് കമ്മിങ് സൂൺ, ഹീ ഈസ് ദ കിങ്. രാജാവ് വേഗം വരുന്നുണ്ട്. അപ്പം ട്രംപറ്റ് ഉണ്ടായിരിക്കും. യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് മത്തായി 24:30-31, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിൽ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടും കൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അപ്പം കാഹളധ്വനി ഉണ്ടായിരിക്കുമെന്ന് യേശുക്രിസ്തു തന്നെ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ആ കാഹളം ധ്വനിക്കുമ്പോൾ വൃതന്മാരെ എല്ലാം ദൈവം ആകാശം മിഡെയറിൽ കൂട്ടിച്ചേർക്കും. ഹി അസംബിൾ ദം ദേർ. 1 Corinthians chapter 15 verse 52 പൗലോസ് പറയുന്നുണ്ട് 1 കൊരിന്ത്യരിൽ, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇവിടെയും പൗലോസ് പറയുന്നുണ്ട് ഒരു അന്ത്യകാഹളനാദത്തിൻ്റെ ഒരു ലോങ് ട്രംപറ്റാണ്. അപ്പോൾ ട്വിങ്ക്ലിംഗ് ഓഫ് എൻ ഐ, കണ്ണിമിക്കുന്നതിൻ്റെയിൽ നമ്മളെല്ലാവരും രൂപാന്തരപ്പെടും. നമ്മുടെ സ്പിരിച്വൽ ഫിസിക്കൽ ബോഡി വിൽ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ഗ്ലോറിയസ് ബോഡി. ജസ്റ്റ് ലൈക്ക് സ്വർഗീയൻ്റെ ശരീരം നമ്മൾ സ്വർഗീയ ശരീരം നമ്മൾ ഏറ്റെടുക്കുന്നു. ഐ മീൻ വി വിൽ ബി ട്രാൻസ്ഫോംഡ്. ആൻഡ് ക്രിസ്തുവിൽ മുമ്പേ മരിച്ചവർ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ആൻഡ് ദെൻ വി വിൽ ഓൾ മീറ്റ് ദം ഇൻ ദി എയർ. നമുക്ക് 1 Corinthians chapter 15 verse 52 നമുക്ക് കാണാൻ പറ്റും. അത് തന്നെയാണ് 1 തെസ്സലോനിക്ക ലേഖനം 4:16 പൗലോസ് പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും, ഇവിടുത്തെ ലോകത്തിലുള്ള ഇതല്ല, ദൂതന്മാരൂതുന്ന കാഹളനാദത്തോടാണ് വരുന്നത്. ആ സമയത്ത് ഇവിടെ യഹൂദന്മാര് അവരുടെ കാഹളം ഊതിക്കൊണ്ടിരിക്കുകയായിരിക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. സോ the sound of the trumpet, we're now waiting for the sound of the trumpet. We're not waiting for a sign, right? വചനത്തിൽ എഴുതുന്നുണ്ട്, ഒരു അടയാളം തേടുന്ന ആരാണ്? ദുഷ്ടതലമുറയാണെന്ന് പറഞ്ഞത്. വി നോട്ട് ലുക്കിംഗ് ഫോർ ദ സൈൻ, വി ആർ വെയിറ്റിംഗ് ഫോർ ദ സൗണ്ട് ഓഫ് ദ ട്രംപറ്റ്. ആർ യു റെഡി ഫോർ ദ റാപ്ചർ? ദ റാപ്ചർ കഴിയുമ്പോഴാണ് ദ ഡേ ഓഫ് അറ്റോൺമെന്റ് വരുന്നത്. അത് സ്പെസിഫിക്കലി അതിൻ്റെ ഡേറ്റ്സ് ഉണ്ട്. ഐ വിൽ മെൻഷൻ ഇറ്റ് ഹിയർ. Day of atonement comes 10 days after the day of or the feast of the trumpets കഴിഞ്ഞിട്ടാണ്. The 10th day of the 7th month. യഹൂദന്മാരുടെ കാലണ്ടറിനനുസരിച്ച് the 10th day, that's the day of atonement. And ye shall afflict your souls and offer an offering made by fire unto the Lord, and ye shall do no work in that same day. ഇപ്പം സഭ ഇവിടുന്ന് എടുത്തു കൊള്ളപ്പെട്ട് കഴിഞ്ഞ് 7 വർഷം മഹോദരവകാലം ഉണ്ടായിരിക്കും. ഇപ്പം സെപ്റ്റംബർ 23rd 24th ഇവിടെ യഹൂദന്മാരുടെ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ് നമ്മൾ പറഞ്ഞല്ലോ, നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഇനിയും ഡേ ഓഫ് അറ്റോൺമെന്റ് 7 വർഷം കഴിഞ്ഞ് ഡേ ഓഫ് അറ്റോൺമെന്റ് വരുന്നത് സെപ്റ്റംബർ 15, 2032.
സെപ്റ്റംബർ 15 2032 യഹൂദന്മാരുടെ ഡേ ഓഫ് അറ്റോൺമെന്റ് വരുന്നുണ്ട് 7 വർഷം കഴിഞ്ഞ്. അപ്പൊ ഈ 2025 സെപ്റ്റംബർ 23-24 and between this year and 2032 സെപ്റ്റംബർ 15 നമ്മൾ നോക്കിയാൽ എക്സാക്ട്ലി 2550 ഡേയ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഒരു കോയിൻസിഡൻസ് ആണ് നമുക്ക് പറയാം. അതിൻ്റെ ഫസ്റ്റ് ഹാഫ് 1260 ഡേയ്സ് അത് മഹോദരകാലത്തിൻ്റെ ആദ്യഘട്ടം, സെക്കൻഡ് ഹാഫ് 1290 ഡേയ്സ് ആണ് സെക്കൻഡ് ഹാഫ് ഓഫ് ദ ട്രിബുലേഷൻ ടൈം. സോ അത് ആ ട്രിബുലേഷൻ പീരിയഡ് അല്ലെ മഹോദരബ കാലത്തിൻ്റെ അവസാനമാണ് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. അന്ന് യേശു ഒലിവുമലയിൽ കാലുകുത്തുന്ന ദിവസം, കാലുകുത്തുന്നതാണ്. ഇപ്പൊ വരുന്ന റാപ്ചർ എന്ന് പറഞ്ഞാൽ ഈസ് കമ്മിങ് ഓൺലി മിഡ് എയർ. It will be a judgment to all the nations and the gods of this world. ഇവിടുത്തെ ഓരോ വിഗ്രഹങ്ങൾക്കൊക്കെ മേലുള്ള ഒരു വിക്ടറി ആയിരിക്കും യേശു ക്രിസ്തു ഇതിന്റെ മേഘപ്രത്യക്ഷത. ഇനി 7 വർഷം കഴിഞ്ഞ് യേശു ക്രിസ്തു 7 വർഷം കഴിഞ്ഞ് മഹോദരകാലം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഹി ഈസ് കമ്മിങ് ഫോർ ദ ഇസ്രായേലൈറ്റ്സ്. ഇസ്രായേൽ മക്കളെ കൂട്ടി പോകാനാണ്. ഹി വിൽ ലാൻഡ് ഓൺ മൗണ്ട് ഒലിവ്. സോ ആ സമയത്ത് അവരുടെ ഡേ ഓഫ് അറ്റോൺമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഡേ ഓഫ് അറ്റോൺമെന്റ് നമ്മൾ വായിച്ചു, ദേ വിൽ ഹാവ് ടു അഫ്ലിക്റ്റ് ദെയർ സോൾസ് ആൻഡ് ദേ മേക്ക് ആൻ ഓഫറിംഗ് ബൈ ഫയർ ടു ദ ലോർഡ്. അപ്പൊ ഇവിടെ സെക്കറിയാവിന്റെ പ്രവചനം 12:10 പറയുന്നു, and I will pour on the house of David and on the inhabitants of Jerusalem the spirit of grace and supplication. Then they will look on me whom they pierced. അപ്പം അവർ കുത്തിയവങ്കിലേക്ക് നോക്കുന്നത് എപ്പോഴാണ്? യേശുവിന്റെ രണ്ടാം മടങ്ങി വരവിലാണ്. യേശു ഒലിവ് മലയിൽ കാലുകുത്തുന്നത്. യെസ്, they will mourn for him as one mourns for his only son and grieve for him as one grieves for the firstborn. അന്ന് അവർ വിലപിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം, അല്ലെങ്കിൽ അവരുടെ ഡേ ഓഫ് അറ്റോൺമെന്റിനാണ് യേശു ക്രിസ്തു വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ 2025 സെപ്റ്റംബർ 23-24 കഴിഞ്ഞ് 2550 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള അവരുടെ ഡേ ഓഫ് അറ്റോൺമെന്റ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 7 വർഷം ഗ്യാപ്പ് മഹോദര കാലമാണ്. റാപ്ചർ നടക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അധർമ്മമൂർത്തി വരും, ആന്റി ക്രൈസ്റ്റ് വരും. പിന്നെ then it will be, the world will be chaotic and unrecognizable. So the fulfillment of the prophecies are happening just as it is written. നമ്മൾ ഇപ്പോഴും കർത്താവ് ഇപ്പോഴൊന്നും വരത്തില്ല, കുറേ വർഷങ്ങളായിട്ട് പലര് ഇങ്ങനെ പ്രവചിച്ചിട്ടുണ്ട്, ഇതുവരെ ഒന്നും നടന്നിട്ടില്ലെന്നും പറഞ്ഞ് നമ്മൾ മയങ്ങിപ്പോകരുത്. നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ നോക്കിയിട്ട് ഇവിടെ ലക്ഷണമൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞാൽ, കുരുടനെ വഴി കാട്ടിയാൽ ഇരുവരും ചെന്ന് കുഴിയിൽ വീഴുന്നു പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ പറയാനൊക്കത്തില്ല, നമ്മൾ ലക്ഷണമൊന്നും കാണുന്നില്ല എന്നും. പിന്നെ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾസ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ച. So God, behold, the dwelling place of God is with man. He will dwell with them and they will be his people, and God himself will be with them as their God. അത് നമുക്ക് വെളിപ്പാട് 7:15-17 വായിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണുനീരിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. what a blessed hope ആണ് നമുക്ക്. ഇനി നമ്മുടെ ഇവിടുത്തെ ഈ ലോകത്തിന്റെ കഷ്ടമെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫോർ ഇറ്റേണിറ്റി, അതാണ് 7000 വർഷം കഴിഞ്ഞ് ഫോർ ഇറ്റേണിറ്റി we will be with Christ. അതാണ് കൂടാര പെരുന്നാള്. ഇത് നമ്മുടെ അന്ത്യകാലഘട്ടമാണ്. യോവേൽ പ്രവചനത്തിൽ 2:28-29 വായിക്കുന്നു. അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃതന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അന്ത്യകാലത്ത് ഇപ്പം നോക്കിയാൽ പലര് പ്രവചിക്കുന്നു, പലര് ദർശനങ്ങൾ കാണുന്നു. അപ്പം യോവേൽ പ്രവചനത്തിൽ പറഞ്ഞ പ്രവചനം നിറവേറുക. അപ്പൊ ചിലവർ പറയുന്നു ഇതൊക്കെ കള്ളപ്രവാചകന്മാരാ, ഇങ്ങനൊന്നും ഇവരെല്ലാം പറയുന്ന കള്ളത്തരമാണെന്ന് പറഞ്ഞാല് നമ്മൾ ആ വ്യക്തികളോടല്ല നമ്മൾ പാവം ചെയ്യുന്നത്. അവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് കൊടുത്ത് പ്രവചനവും ദൈവത്തിന്റെ ആത്മാവ് അവരിൽ പ്രവർത്തിച്ച് അവരോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെല്ലാം കള്ളന്മാരെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനോടുള്ള പാവം ഈ കാലത്തിലും
ഇനി വരുവാനുള്ള കാലത്തിന് ഒരു നാളെ ക്ഷമിക്കുകയില്ല. അപ്പൊ സമയത്തിന് മുമ്പ് നാം ഒന്നും വിധിക്കാതിരിക്കുക. എന്ത് നടന്നാലും നമുക്ക് അവിടെ വചനത്തിൽ പറയുന്നു, 1 യോഹന്നാൻ 4:1 പറയുന്നു, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെ വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യും. ദൈവം നമുക്ക് സ്പിരിറ്റ് ഓഫ് ഡിസേർൺമെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിവേചിച്ചറിയാൻ പറ്റും ഈ പറയുന്നത് ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്നുള്ളത്. നമുക്ക് നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. 1 തെസ്സലോനിക്യർ ലേഖനം 5:20-21 വായിക്കുന്നു, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ, ഇത് നിങ്ങൾക്ക് തോന്നില്ല കറക്റ്റ് ആണെങ്കിൽ വേണ്ട, പക്ഷെ നമ്മളതിനെ തുച്ഛീകരിക്കാൻ പാടില്ല. ബിക്കോസ് എഫെസ്യർ 4:30 പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനെ മുദ്രയിട്ടിരിക്കുന്നത്. യു ആർ സീൽഡ് ഫോർ ദ ഡേ ഓഫ് റിഡംഷൻ. നമ്മുടെ വീണ്ടെടുപ്പ് നാൾ അടുത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാലാണ് വി ആർ സീൽഡ് ഫോർ ദ ഡേ ഓഫ് റിഡംഷൻ. നമ്മൾ എടുത്തുകൊള്ളപ്പെടാൻ പോവാണ്. എഫെസ്യർ 1:13 വായിക്കുന്നു, തൻ്റെ ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. സോ വി ആർ സീൽഡ് ഫോർ ദ ഇറ്റ്സ് എ ഗ്യാരണ്ടി. The Holy Spirit is a guarantee of our inheritance. നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമാണ്. നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. We are going when we are filled with the Holy Spirit. റോമൻസ് ചാപ്റ്റർ 8:11 വായിക്കുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഇപ്പം കർത്താവിൽ മരിച്ചു പോയവര് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ അവര് പരിശുദ്ധാത്മാവ് അവരെ എടുത്തുകൊണ്ട് അവര് they will be കർത്താവിന്റെ ആത്മാവ് അവരിൽ വസിക്കുന്നുവെങ്കിൽ അവരുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നത്. ദാനിയേൽ 12:1-4 വരെ ഉള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്കും തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. ഇപ്പം നമ്മൾ നോക്കിയാൽ 1948 ഇസ്രായേൽ ഒരു ജാതിയാകുന്നത്. അന്ന് തൊട്ട് ഇപ്പം 2025 നോക്കിയാൽ 77 വർഷമായി ഇസ്രായേൽ ഒരു ജാതിയായിട്ട്. അന്ന് മുതൽ ഇപ്പൊ വരെ ഇനിയിപ്പം സംഭവിച്ചിട്ടില്ലാത്തൊരു കഷ്ടകാലം വരുന്നുണ്ട്. പക്ഷേ ജീവപുസ്തകത്തിൽ പേര് എഴുതിയിരിക്കുന്നവരെല്ലാം രക്ഷപ്പെടും. അപ്പോൾ ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ തന്നെ ഐ ഗെസ് യേശു വിശ്വസിക്കുന്നവരൊക്കെ രക്ഷ പ്രാപിക്കും. ജീവപുസ്തകത്തിൽ പേര് എഴുതിയിരിക്കുന്നവരൊക്കെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ ഈ പുസ്തകത്തിലുള്ളത് എൻ ടൈം വരെ മുദ്രയിടണം. എൻ ടൈം ആവുമ്പം മുദ്ര പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പൊരുളെല്ലാം തിരിച്ച് അറിയാൻ പറ്റും. ജ്ഞാനം വർദ്ധിക്കും. പലരും ഇതിനെക്കുറിച്ച് പരിശോധിക്കും. എല്ലാവരും ആരാഞ്ഞുകൊണ്ടിരിക്കുവാണ് അന്ത്യകാലം എപ്പോഴാണെന്ന്. അതുകൊണ്ട് ദാനിയേൽ 12:8-10 വരെ വായിക്കുന്നു, ഞാൻ കേട്ടു എങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ യജമാനനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ, പൊയ്ക്കൊള്ളുക. ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. അപ്പോൾ ഈ സംഭവങ്ങളെ പറ്റിയുള്ളത് ദുഷ്ടന്മാർക്ക് അത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ബുദ്ധിമാന്മാരത് ഗ്രഹിക്കും. അവരത് മനസ്സിലാക്കും. അന്ത്യകാലം വരെ അതിന് മുദ്രയിട്ടിരിക്കും. അത് കഴിയുമ്പോൾ അതെല്ലാം പൊരുളെല്ലാം തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 22:10-11 വാക്യങ്ങൾ, അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ, നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. നമ്മള് ഇപ്പൊ വിശുദ്ധൻ എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കട്ടെ. നീതിമാൻ നീതി ചെയ്യട്ടെ. ദുഷ്ടന്മാർ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഇനിയിപ്പോൾ ഈ പുസ്തകത്തിലെ പ്രവചനം ഇനിയും മുദ്രയിടരുത്.
ടൈം ഇസ് നിയർ. സങ്കീർത്തനം 113:7-8 വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യും. പ്രഭുക്കന്മാരോട് കൂടെ, തൻ്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ തന്നെ ഇരുത്തുന്നു. അപ്പൊ നമ്മൾ ഈ ലോകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മനുഷ്യനെ പൊടിയിൽ നിന്നാണോ ഉണ്ടാക്കിയത്. എത്ര അടിച്ചു വാരിയിട്ട വീടാണെങ്കിൽ, എത്ര വാക്യൂം ചെയ്ത വീടാണെങ്കിലും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് പൊടിയാകും. ഇത് നമുക്ക് ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലാണെങ്കിൽ നമുക്കറിയാം പൊല്യൂഷനാണ്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ എന്ന് വേണ്ട എല്ലാ പൊല്യൂഷൻ. അപ്പം നമുക്ക് ഈ ഭൂമി എന്തുവാണ്, നമ്മളെല്ലാവരും എളിയവർ എവിടെയാണ് ജീവിക്കുന്നത്? കുപ്പയിലും പൊടിയിലുമാണ്. പക്ഷെ അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്ത് പ്രഭുക്കന്മാരോട്, തൻ്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് തന്നെ ഇരുന്നത്. അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ദാവീദ്, ഇത്ര വിശുദ്ധന്മാരുടെ പട്ടിക കാണാമല്ലോ. അവരുടെ കൂടെ എന്ത് ചെയ്യും? നമ്മൾ എളിയവരും ദരിദ്രരുമായ നമ്മെ കുപ്പയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ച് അവരുടെ കൂടെ ഇരുത്താൻ പോകുന്ന കാലം അധികമായി താമസ്യമല്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ കഷ്ടത ഓർത്ത് നമ്മൾ വ്യാകുലപ്പെട്ടിട്ടുണ്ട്. വി ഹാവ് ടു പെർസിവർ, സഹിഷ്ണുത കാണിക്കാൻ. കർത്താവിൻ്റെ വചനം മത്തായി 24:13 വായിക്കുന്നു, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇത്ര നാളും ഞാൻ സഹിച്ചു, ഇനി എനിക്ക് മതി എന്ന് പറഞ്ഞ് വിടണ്ട. ഇനി കുറച്ചു കാലം, അല്പകാലം കൂടെ ഉള്ളൂ. കുറച്ച് നാളും കൂടെ നമ്മൾ സഹിച്ചാൽ അവസാനം വരെ നിൽക്കുന്നവർ രക്ഷപ്പെടും. യാക്കോബ് 5:8 വായിക്കുന്നു, നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. വെളിപ്പാട് 2:3, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. നമ്മൾ ഈ ലോകത്തിൽ നമുക്ക് അല്പ കഷ്ടം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഞെരുക്കം ഉണ്ടായിരിക്കും, ശാരീരികമായ പലവിധമായ പ്രയാസങ്ങളിലൂടെയായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. വചനം പറയുന്നു, നമ്മൾ 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനെക്കാട്ടിലും ഒറ്റ കണ്ണനായി സ്വർഗത്തിൽ പോകുന്നതാണ് നല്ലതെന്ന്. 2 കാലുള്ളവനായി നരകത്തിൽ വീഴുന്നതിനെക്കാട്ടിലും ഒറ്റ കാലുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നത്. അപ്പം നമുക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല. അവിടെ ചെല്ലുമ്പോൾ എല്ലാത്തിനും ഹി വിൽ വൈപ്പ് അവേ ഓൾ ആർ ടിയേഴ്സ്, വി വിൽ ബി പെർഫെക്റ്റ്. അപ്പോൾ കുറച്ച് കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഇച്ചിരി നാളത്തേക്ക് സഹിക്കണം. കർത്താവിൻ്റെ ഹിതമായി ഇവിടെ വെച്ച് നമ്മൾ ശരിയാക്കണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പിന്നെ നമ്മൾ എല്ലാവരും പ്രാപിക്കുന്ന, അല്ലെങ്കിൽ ബാലശിക്ഷ സഹിക്കുന്നവൻ എന്തുവാ, കർത്താവും മക്കളോടെന്ന പോലെ നമ്മളോട് പെരുമാറുന്നു. നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനാണ് നമ്മളെ ബാലശിക്ഷ കഴിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ആ പെർഫെക്റ്റ് ഹോളിനെസ് നമ്മൾ എത്താൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ബാലശിക്ഷയിലൂടെ കടന്നു വരേണ്ടത്. അപ്പം നമ്മളിപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ അവസാനത്തെ ഘട്ടത്തിൽ എബ്രായർ 12:14 വായിക്കുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പിക്കും. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നമ്മളവിടെ കർത്താവിനെ കാണണമെങ്കിൽ നമ്മളിവിടെ ശുദ്ധീകരണം പ്രാപിക്കണം. എല്ലാവരുമായിട്ട് സമാധാനം ആചരിക്കാൻ കർത്താവ് പറയുന്നു. ഹീബ്രൂസ് അല്ലെങ്കിൽ എബ്രായ 12:27 പറയുന്നു, അതുകൊണ്ട് ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറുക, ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഇത്രയും നല്ല പ്രത്യാശയോടെ നമുക്ക് ഇളകാത്ത രാജ്യം നമുക്ക് പ്രാപിക്കാനുള്ളതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദിയുള്ളവരായിട്ട് നമുക്ക് കർത്താവിന് പ്രസാദം പെരുമാറുക, ഭയത്തോടും ഭക്തിയോടും ജീവിക്കാൻ നമുക്കെല്ലാം ഉത്സാഹിക്കാം. കർത്താവ് നമ്മളെ എല്ലാവരെയും ഈ ദിവസം ദൈവം ബലപ്പെടുത്തട്ടെ. ശ്രമിച്ച എല്ലാ മക്കൾക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.